ട്രെയിനിൽ പോകണം. അപ്പോൾ ഞങ്ങൾ കാണാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഞങ്ങൾ ട്രെയിനിലൂടെ കോഴിക്കോട്ടേക്ക് പോകും. ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിൻ കയറുന്നത്. അതിനുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലുണ്ട്. ഇതിലെങ്ങനെ കയറാ? ആളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അതിൻ്റെതായ നല്ല രസമുണ്ട്, നല്ല കാറ്റുമുണ്ട്, കാറ്റുണ്ട്. മുടിയൊക്കെ കൊളായിക്കണേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പവാക്ക് നല്ല താങ്ക്സ് ഉണ്ട്. കനവുകൾ തുന്നിയ ഹൃദയവുമായി വഴി നീളെ നിൽക്കും പനിമലരായി പൂത്ത ചില്ലകൾ കുടയുകയായി തിരമാല നോൽക്കും ചിന്തകളിൽ മഞ്ഞത്തുള്ളികളായി പ്രണയമേ പ്രണയമേ മുഹബത്തിൻ അലകളിൽ ഉയരുകയായി ഹൃദയവും ഇണങ്ങിയ പരമകളായി പ്രണയമേ പ്രണയമേ മരഹബ ചൊരിയും മുഖിലുകളായി വിളികളും മൊഴികളും പതിയെ അറിയുകയായി. ഇതിലൂടെ ട്രെയിനിൽ പോയാൽ നല്ല രസമുണ്ട് ഇനി കാണാൻ.
കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുത്തെ കാലാവസ്ഥ ശരിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് കാർ എടുത്തിട്ട് കാറിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഇങ്ങോട്ട് വേറെ സ്ഥലത്തെ കടൽ ബീച്ചിൽ പോകും. എന്നിട്ട് വന്ന് ഇവിടുത്തെ ബീച്ചിൽ പോകാനേനി. പക്ഷെ അപ്പോഴത്തേനും മഴ പെയ്ത്, പിന്നെ മഴ പെയ്ത് പിന്നെ വെയിൽ തന്നെ, പിന്നെയും മഴ ചെയ്ത്. അപ്പം വെയിലും മഴയും കളിപ്പിച്ചില്ല. അപ്പം ഞങ്ങൾ പോയില്ല. അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. വണ്ടി ഉണ്ടെങ്കിലേ ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ ബസ് കയറി പോകണ കുടമില്ലാതെ ഒന്നും കഴിയില്ല. പെട്ടെന്ന് മഴയൊക്കെ പെയ്താൽ ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കണേനും കുഴപ്പമില്ല വെയിലിന്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയാൽ മഴ പെയ്യും, അല്ലെങ്കിൽ വെയിലുണ്ടാവും. ഞങ്ങളാണ് വെയിലിൻ്റെ മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം പരപ്പനങ്ങാടിക്ക് പോവും. 4:10 ഞങ്ങൾക്ക് വരാനുള്ള ട്രെയിന്. അതുവരെ ഞങ്ങൾ വർത്താനം പറഞ്ഞത് തിന്നൊക്കെ ഇരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ തിന്നണമെന്ന് ഇവിടെ ഒന്നും ഇടണ്ട. ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ അത് ഇതിൽ കിട്ടും വെറുതെ. അപ്പോൾ ഇത് നിർത്തിയിട്ട ട്രെയിനാണ്, കംപ്ലൈൻ്റ് ആണ്. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ അടിച്ച് സ്കൂട്ടറാണ്. ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കൊന്ന് ട്രെയിനിക്കൊന്ന് കയറി നോക്കാം. അതാ രണ്ടാഴ്ച പേടിയാവുക. ഇതൊരു ചെറിയൊരു ഭാഗമാണ്. ഇത് ഇവിടെ നിർത്തിയിട്ടത് ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയിക്കാരം. ഞങ്ങൾ പോയിട്ടാ രണ്ടാളും കൂടി ട്രെയിൻ വിളിച്ചു പോവാണ്. ട്രെയിനെ വിളിച്ചവിടെത്തിട്ടാ. അപ്പോൾ നമ്മൾ ഇതുണ്ടാവില്ലേ, എന്ത് സിനിമയിലൊക്കെ കാണാറ് ബാക്ക് ഭാഗം, ആ ബാക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് പോയിക്കണെങ്കിൽ നല്ല രസം ഉണ്ടാവിട്ടത്. അതിൻ്റെ ഒരു നായുണ്ട്. ഞങ്ങൾക്ക് കയറാനുള്ള ട്രെയിനല്ല. ഇതെന്താ പെട്ടെന്ന് സൗണ്ടൊക്കെ ഉണ്ട്. പേടിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകേണ്ടതാണ്. ഞങ്ങളുടെ ട്രെയിൻ ഇങ്ങോട്ടാണ്, ആ ട്രെയിൻ അങ്ങോട്ടാണ് പോണത്. ട്രെയിൻ വരുന്നതിൻ്റെ വേറെ ഒരു സൗണ്ട്. ഇന്ത്യൻ വലിയ നീളമുള്ള ട്രെയിൻ. നേരിട്ട് കാണല്ലേ, ശരിക്കത്തെ ട്രെയിനല്ല ആണ്. അപ്പൊ അത് ഞങ്ങൾ വിചാരിച്ച ഇതിൽ ആൾക്കാർക്ക് കയറാൻ പറ്റിയ ട്രെയിനാണെന്ന്. ഇതെന്തോ സാധനം ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. രസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ കയറുന്ന ട്രെയിനാണെന്നാണ് വിചാരിച്ചത്. അവിടുന്ന് കണ്ടപ്പോൾ ഇവിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതെന്തോ സാധനം ലോഡ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണെന്നാണ്. നല്ല നീളമുണ്ട്, നമ്മളെ സാധാ ട്രെയിനിങ്ങാട്ട് നീളമുണ്ട്. നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ബാക്ക് ഭാഗമാണ് ട്രെയിനിന്റെ. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇത് മാത്രം വൈകിട്ട് കാണാൻ നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പൊ ലിമോള് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പൊ നല്ല എൻജോയ് ചെയ്തത്. പക്ഷെ ഇത് നല്ലൊരു അനുഭവമാണ്. പിന്നെ വരാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇപ്പമാനോട് പറഞ്ഞു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അങ്ങോട്ട് ഇനി അങ്ങോട്ട് പോവാൻ പരപ്പനങ്ങാടിക്ക് പോവാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി 90 രൂപയാണ് എല്ലാം. 650 नागरकोविल मंगलापुरम परशुराम एक्सप्रेस सही समय पर चल रही है. 16:25 पर प्लेटफॉर्म क्रमांक 1 पर आने की संभावना है. For the kind attention of passengers, train number 1650 നാഗർകോവിൽ പരപ്പനങ്ങാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരാൻ ഒരാൾക്ക് 30 രൂപയാണ്. വരാത്തവർ ഇതേവരെ തീരെ വരാത്തവരുണ്ടെങ്കിൽ ഇപ്പം അവരോട് പറഞ്ഞേക്കാണ്ട് വരിക. പരപ്പനങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് 30 രൂപ, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും 30 രൂപ. അപ്പോൾ ഒരാൾക്ക് 60 രൂപയാണ്. പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ട്രെയിനിൽ നല്ല തിരക്കേനി, അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് തിരക്കേനി, ഇങ്ങനെയൊക്കെ കുത്തി നിന്നാണ്. ഇപ്പോൾ ഞങ്ങൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ മേൽപ്പാലത്താണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട്. ഏതായാലും യാത്ര നല്ല രസമായിരുന്നു. എല്ലാവരും ഉപ്പമാരായിട്ട് നിർബന്ധമായിട്ടും പോവുക. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ വരുന്നത് കാണണം. പിന്നെ അവിടെ ഇങ്ങനെ ഒരു വളവുണ്ട്. ആ വളവിന് എങ്ങനെ ട്രെയിൻ വളയണമെന്ന് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്നും കാണാനാണ്. ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാണ് കാഴ്ചയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ മേലെയാണ്. നമുക്കിത് തൊട്ട് മേലെക്കൂടെ ഞങ്ങൾക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം ക്രമാങ്ക് 1.
എല്ലാവരും കൂട്ടി വരണം. നല്ല രസമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക്